പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഫിഷ് ടാങ്കിലേക്കൊക്കെ സബ്മേഴ്സിബിൾ പമ്പുകൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജനറൽ പർപ്പസ് ബ്രാൻഡുകൾ വേണോ അതോ നമ്മുടെ ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഈ ഒരു അക്വേറിയം ഹോബിയിലേക്ക് സ്പെസിഫിക് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും സോബോ, സൺസൺ, ബോയു, ഹേലിയ, വീനസ് അക്വ എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകൾ. ആ ബ്രാൻഡുകളുടെയൊക്കെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതിനനുസരിച്ച് പ്രൈസും വരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള ജനറൽ പർപ്പസ് ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറവായിരിക്കും, 250. ഇതിൻ്റെ തന്നെ 40 വാട്ട്സിൻ്റെ പമ്പ് ഉണ്ട്, അതിന് 575, 600 പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു ലോ പ്രൈസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജനറൽ പർപ്പസ് പമ്പുകൾ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പുകൾ വേണോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടോപ്പ് ക്വാളിറ്റി ബ്രാൻഡുകൾ വേണോ എന്നുള്ളത് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ടാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം, ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പമ്പുകളാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഫിഷ് കീപ്പിംഗ് ബ്രാൻഡുകൾ നോക്കുന്നതാണ് നല്ലത്. അതായത് സോബോ, സൺസൺ, ബോയു, ഹേലിയ അല്ലെങ്കിൽ വീനസ് ഒക്കെ പോലുള്ള ബ്രാൻഡുകൾ നോക്കുന്നതാണ് നല്ലത്. കാരണം അത്തരത്തിലുള്ള ബ്രാൻഡുകൾ ഫിഷ് ടാങ്ക് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇറക്കുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള ജനറൽ പർപ്പസ് ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ വല്ലാതെ ഫിഷ് ടാങ്കിനകത്ത് മീൻ വളർത്തുന്നതിന് വേണ്ടി ആ ഒരു രീതിയിലുള്ള സേഫ്റ്റി കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. കാരണം ഇതൊരു ജനറൽ പർപ്പസ് ആയതുകൊണ്ട് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫിഷ് ടാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഫിഷ് ടാങ്കിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇതിൻ്റെ വയർ കണ്ടില്ലേ, ഈ വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലഗ് കാര്യങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വയറിനാണെന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സോബോൻ്റെയൊക്കെ സബ്മേഴ്സിബിൾ പമ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറിന് കുറച്ച് കട്ടി കുറവാണ്. അതുകൊണ്ട് ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള പമ്പുകൾ നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ഇറക്കുമ്പോൾ ഇതിൻ്റെ വയർ നമ്മളൊരു വയറിങ്ങിൻ്റെ PVC വഴി ഇറക്കുന്നതാണ് നല്ലത്. 16 mm അല്ലെങ്കിൽ 19 mm വയറിങ്ങിൻ്റെ PVC വാങ്ങിയിട്ട് ഈ വയർ അതുവഴി ഇറക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു വയർ ആ ഒരു PVCക്ക് അകത്ത് സേഫ് ആയിരിക്കും. ഈവൺ മറ്റ് ബ്രാൻഡുകളാണെങ്കിൽ പോലും നമുക്ക് PVC വഴി ഇറക്കാം, പക്ഷേ അതിൻ്റെ വയർ ഓൾറെഡി നല്ല കട്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത്രയും കട്ടി ഈ ഒരു വയറിന് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ പമ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്ന ആ ഒരു എപ്പോക്സി ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പാർട്ട്മെൻറ്റ്, വാട്ടർ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഫ്രണ്ടിലെ ആ ഒരു ഭാഗം കമ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്പല്ലർ ഇരിക്കുന്ന മാഗ്നറ്റിക് ഇമ്പല്ലർ ഇരിക്കുന്ന ആ ഒരു ഭാഗം അതൊക്കെ ഓക്കെയാണ്. വയർ മാത്രമാണ് കുറച്ച് എനിക്കൊരു ക്വാളിറ്റി കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഒരു ബജറ്റ് റേഞ്ചിൽ വരുന്നൊരു പമ്പാണ്. 250 ആ ഒരു റേഞ്ച്, 275 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈസി ആയിട്ട് എയറേഷൻ, ഫിൽട്രേഷൻ, ഫൗണ്ടൻ, അതുപോലെ തന്നെ അക്വാപോണിക്സ് പോലുള്ള സംഭവങ്ങൾ, പിന്നെ വാട്ടർ ചേഞ്ചിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചെറിയ ഫിഷ് ടാങ്കുകളിലൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു ജനറൽ പർപ്പസ് കാറ്റഗറിയിൽ പെട്ട പമ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഷ് ടാങ്ക് ഫീൽഡിലുള്ള ബ്രാൻഡുകൾ തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മറ്റു ബ്രാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് അവനവൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ഇത്തരത്തിലുള്ള പമ്പുകൾ ഹെവി ആവശ്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാറില്ല. ഡെയിലി 2-3 മണിക്കൂർ മാത്രമാണ് ഇത്തരം പമ്പുകൾ ഞാൻ ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യുന്നത്.